യു എയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അത്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷോർട്സ് ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ ബീച്ചിക്ക് കണ്ടെത്തണം, ബീച്ച് ഇവിടെ അടുത്തുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതാ ഈ വഴി അങ്ങോട്ട് പോയിട്ട് ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം സൺഡേ ആണ്, എനിക്ക് ലീവ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ബീച്ചിലേക്ക് പോകാൻ പറ്റുമോ നോക്കി നോക്കാനാണ് കേട്ടോ. ഇത് റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലുള്ള വഴിയാണ് കേട്ടോ അത്. പിന്നെ ഇതാ ഞാൻ ഇന്ന് ഷൂസൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ, കാരണം വേറെ ഒന്നുമല്ല, ചെരുപ്പിട്ടിട്ട് കാല് ഭയങ്കര വേദനയെ. പിന്നെ ഇതാ ഈ വഴിയും പോവാം എന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഞാനിന്ന് പോകുന്നത് ഇത് കൂടെയാണ്. ഇത് ഞാനേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നോക്കിയേ, ഫുജേറ എക്സിബിഷൻ സെൻറ്റർ. അപ്പം ഇത് ഇപ്പോൾ അടുത്ത് തോന്നുന്നുണ്ട് കേട്ടോ, എന്താ പറയുക, ഇതിന് വർക്കൊക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ചൈനീസ് എക്സിബിഷനാണ്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഇല്ലേ ഇവിടെ കാണാൻ അടിപൊളി വൈകുന്നേരമാണ് കേട്ടോ, ഈ സമയത്തൊന്നല്ല. നോക്കിയേ, 2 സൈഡിൽ ഇഷ്ടംപോലെ ഫ്ലാഗുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഞാൻ 3 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടൊന്നും വകി വയ്ക്കാതെ പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പോട്ട് കണ്ടെത്തണം. ലീവിൻ്റെ ദിവസം മാത്രമേ നടക്കുള്ളൂ, കാരണം ഡ്യൂട്ടി നമുക്ക് ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട്. ഓ നോക്കി, അവിടെ കുറേ സംഭവങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തേക്ക് എന്തായാലും ഈ എക്സിബിഷൻ സെൻറ്ററിൽ നമുക്ക് എന്തായാലും വൈകുന്നേരം പോയി നോക്കി നോക്കാം. ഇപ്പം എന്തായാലും പറ്റില്ല. ഏകദേശം ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് നടക്കാനാണ് വെച്ചെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. ഞാൻ നെറ്റ് തപ്പിയൊക്കെയപ്പോൾ കണ്ടത്. എന്തായാലും സമയം എടുക്കും. പിന്നെ ഇതാ ഈ ലുലുമാളാണ് അവിടെ വർക്ക് ചെയ്യണത്. ഈ വെയിൽ കാരണം അത് ക്ലിയർ ആവണില്ല. അല്ലാതെ നമുക്ക് പോവാം. പിന്നെ ഇത് നമ്മൾ പോണ വഴിയില്ലേ, ഇവിടെ നോക്കിയേ, ഈ അബുദാബി, ദുബായ്, അങ്ങനെ ഈ എമിറേറ്റ്സിൻ്റെ ഫുള്ള് ഷെയ്ക്കന്മാരെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റൂമിൻ്റെ അവിടുന്ന് മാറിക്കഴിഞ്ഞ് ഈ സൈഡിലൊക്കെ നല്ല പച്ച പിടിച്ച സംഭവം ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോഴും പറയാം, നമ്മുടെ ഇവിടെ കാണാൻ ഭംഗി മോർണിംഗ് അല്ല, നൈറ്റാണ്. അതാണ് അടിപൊളി. അത്യാവശ്യം ദൂരം നടക്കാൻ കേട്ടോ. എനിക്ക് കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് അറിയില്ല. നമ്മൾ മാപ്പ് വെച്ച് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിം കിട്ടിയില്ല കേട്ടോ. സിം കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഈ മാപ്പൊക്കെ എടുത്ത് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റൂമിലുള്ള വൈഫൈ ആണ്. ഇതിപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥകളാണ്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലൊക്കെ ആ അറ്റത്തൊക്കെ എന്താ പറയുക, നമ്മൾ മുന്നേ ഒമാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒമാനിലേക്ക് പോയ ഏകദേശം ആ ഒരു അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിലൊക്കെ കുറേ മലകളുണ്ട്. ഇവിടെ നമ്മൾ ദുബായിനെ കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഡെവലപ്പായിട്ട് വരുന്നുള്ളൂ. ഓ തണല് കിട്ടിൻ്റെ ഇവിടെ. ഇതവിടെ ഇത് കേട്ടോ, മെറാഷിദ് അൽ മഹത്ത അൽ ഷാരിയ. ഇതൊക്കെ എങ്ങോട്ട് പോകേണ്ട വഴിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒരു ബീച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ പോസിബിളാണോ ഫിഷിങ് എന്ന് നോക്കണം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാനൊക്കെ മുന്നൊക്കെ എന്താ പറയുക തന്നെ GCCക്കൊക്കെ വരാൻ വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. പക്ഷേ അടച്ച് നമ്മളെ എങ്ങോട്ടൊക്കെ കൊണ്ടെത്തിക്കണമെന്ന് അറിയോ, ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുക. പക്ഷേ ഞാൻ പഠിക്കുന്ന ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ട് പഠിക്കാൻ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് എല്ലാ സംഭവം നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറേ ആൾക്കാർ കൂടെ ഉണ്ടായാൽ മാത്രം നടക്കുള്ളൂ എന്ന് വെച്ച് നിന്ന് കഴിഞ്ഞാൽ നിൽക്കൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഈ സൈഡിൽ നിങ്ങൾ വണ്ടികളൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ എന്ത് എന്താ, പക്ഷെ ഇവിടെ കാണുമ്പോൾ ഒക്കെ ചെറുതായിട്ടാണ് തോന്നുന്നത്.
ആ വണ്ടിയുടെ വലിപ്പം കുറവുകൊണ്ടല്ല തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് വലിയ വണ്ടികളല്ല, അതുകൊണ്ടായിരിക്കാം. സമയം 4:08 പിന്നെ ഇതാ നമ്മൾ പോണ വഴിക്ക് ആ സൈഡിലാണ് കേട്ടോ നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറ. ഇതേതാ ജാഗ്വാറോ. ഇവിടെ പിന്നെ നമ്മൾ എത്ര വലിയ വണ്ടി കണ്ടാലും നമുക്കൊന്നും തോന്നുന്നൊന്നുമില്ല, കാരണം ഫുൾ അങ്ങനത്തെ വണ്ടികളാണല്ലോ. ഈ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു വാട്ടർ സെറ്റപ്പ് ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ പച്ചപ്പ് കാണുമ്പോഴൊരു സന്തോഷമാണ്. ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ മരമൊക്കെ ഉണ്ട്, പക്ഷേ ഈത്തപ്പഴമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എന്തോ മർഷിദ് അൽ ഗുർഫ, കോർണിച്ച്, അൽ മഹത്ത, അൽ ഇത്തിയാദ്, മദബ് ട്രേഡ് സെൻറ്റർ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സൈഡിൽ നോക്കുന്നല്ല കേട്ടോ, കാരണം ഇവിടുന്ന് വണ്ടി വരിക. എനിക്ക് തോന്നുന്നത് നമുക്ക് ആ ഒരു ബിൽഡിങ് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എടുത്താൽ വിട്ടാ, പക്ഷെ ഭയങ്കര ലോങ്ങാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് പിന്നെയും നടക്കാൻ ഉണ്ട് തോന്നുന്നത് നമുക്കറിയില്ല. പിന്നെ ഈ സൈഡിലെ കുറേ റെസ്റ്റോറൻറ്റും അതും ഇതൊക്കെ ഉണ്ട്, ഷോപ്പിംഗ് മാൾ. ഇന്ന് പൊതുവെ സൺഡേ ആയതുകൊണ്ട് കുറേ ഷോപ്പുകൾ അടവായിരിക്കും. സിഗ്നൽ ഇവിടെ സിഗ്നൽ റെഡാ, അങ്ങനെ പോകാൻ പറ്റില്ല. ഗ്രീൻ ആവണ വരെ വെയിറ്റ് ചെയ്യണം. ഇവിടെ നിൽക്കുക. നീ റോഡിലൊക്കെ പെട്ടുപോയ അവസ്ഥയാണ് കേട്ടോ. റെഡ് ഈ വെയിലത്ത് നിൽക്കണ എൻ്റെ അവസ്ഥയല്ലേ. അയ്യോ, ഇവിടെ എന്താ ഗ്രീൻ കട്ട്. പിന്നെ ഞാൻ വന്ന വഴിയും ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ, കാരണം വെച്ചാൽ തിരിച്ചു പോകാൻ മാപ്പ് ഇതൊന്നും ഇല്ലാത്തതാ. അയ്യോ, ഇത് പിന്നെ കഥൊന്നും ഇല്ലല്ലോ, ഇത് ഞെക്കിയിട്ടും. നമ്മൾ വന്നിട്ട് ഒരു 13 മിനിറ്റ് ആയിട്ടുണ്ടേ. എനിക്ക് തോന്നുന്നത് 1 മണിക്കൂർ എടുക്കും തോന്നുന്നുണ്ട് ഞാൻ അങ്ങോട്ട് എത്താൻ. അയ്യോ, അവസ്ഥയല്ലോ. ഓ, ഗ്രീന് നമ്മള് സിഗ്നല് കടന്ന് ആ സൈഡിലൊക്കെ ഫുള്ള് കുന്നുകൾ നമുക്ക് കാണാൻ കഴിയണ്ടേ. ഇവിടെ എന്താ, പിന്നെ ഈ സൈഡിൽ കുറേ ഹോട്ടലുകളും അതുപോലെ തന്നെ അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അവിടെ പിന്നെ ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എടുത്തു പോയ വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. നല്ലതൊരു ചെറിയൊരു സൈക്കിളോ അല്ലെങ്കിൽ EV ഒക്കെ ഉണ്ടാവും, ചെറിയ വീലായിട്ടുള്ള സംഭവം, അത് മേടിച്ച് കഴിഞ്ഞാൽ സുഖമാണ്. പക്ഷെ എന്തായാലും നമ്മൾ പിന്നീട് നോക്കാം. സൈക്കിൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എല്ലാ മോർണിംഗും ബീച്ചിൽ പോയിട്ട് ഫിഷിങ് വീഡിയോ എടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയണമെന്നില്ല, നമുക്കിവിടെ ഇപ്പം ഞാൻ വീഡിയോയിലൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നേ
UAE ഫിഷിങ് അലൗഡ് അല്ല, ചിലപ്പോൾ നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ ഫൈൻ കിട്ടുക, അങ്ങനെ നമ്മുടെ സാലറി അങ്ങനെ കൊടുക്കാനുണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഫിഷിംഗ് ഒക്കെ പറ്റൂട്ടാ. ഇവിടെ കുറേ ഏരിയാസ് ഉണ്ട്. ഇപ്പം തോന്നി നമ്മുടെ റീലെങ്കിലും എടുത്ത് കൈ പിടിച്ചാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ഇനി പറ്റില്ലല്ലോ. അപ്പം എന്തായാലും നോക്കാം. പിന്നെ ഈ പോണ വഴിയിൽ ഫുള്ള് കടകളാണ്, ജ്വല്ലറീസും അതും ഇതും. അറബി ജ്വല്ലറി തോന്നുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് വീഡിയോ ആക്കുന്നില്ല. ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഇനി നമ്മളടുത്ത ലീവിന് എന്തായാലേ ഞാനൊരു പള്ളിക്ക് കൊണ്ട്, നമ്മുടെ ശരിക്കും നാട്ടിൽ കാണുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് അവിടെ. നാടിലുള്ള പള്ളി എങ്ങനെയാണ് അതുപോലത്തെയാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു വണ്ടി കണ്ട, നമ്മുടെ ഡിഫൻഡറിൻ്റെ സെയിം കോപ്പിയാണ്. പക്ഷേ ഇത് ജീറ്റോറാണ്. എന്തൊരു സ്ഥലമാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ നമ്മുടെ നാട്ടിൽ അലൗഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതിനത്ര പൈസ ഇല്ല, പക്ഷേ ഫീച്ചേഴ്സ് കുറച്ചുകൂടി കൂടുതലുണ്ട് ഇതിന്. കുറേ ഒപ്റ്റിക്കൽസ് ഒക്കെ ഉണ്ട് സൈഡിൽ. പിന്നെ ഈ സൈഡിൽ പെർഫ്യൂംസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അജ്മൽ നമ്മളേ ഷോപ്പ് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല. അതാണ് ഞാൻ എടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാത്തതാണ്. അറബികളുടെ ജ്വല്ലറീസൊക്കെ ഉണ്ടായിരിക്കാം ആണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതങ്ങനെ വീഡിയോ എടുത്തിട്ട് വെറുതെ അലമ്പാകാൻ നിൽക്കണ്ടല്ലോ. ഇങ്ങനെ പോവാ. ഞാൻ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് കുറേ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞിരുന്നു കേട്ടോ. ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെ ഈ കാണുന്ന റീം ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ എന്താ പറയുക സാധനങ്ങൾക്കൊക്കെ റേറ്റ് കുറവാന്ന് പറയുന്നുണ്ട് കേട്ടോ. പർച്ചേസിനൊക്കെ ഇപ്പോൾ നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഐറ്റംസ് ഒക്കെ എടുക്കാറുണ്ട്. റീം ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടോ. ഫോർഡിൻ്റെ റാപ്റ്റർ നോക്കി എന്ത് ലുക്കല്ലേ. അതുപോലെ തന്നെ ഇതാ ഈ തലാൽ മാർക്കറ്റ് പറഞ്ഞ അറ്റത്തുണ്ട്. അപ്പം അതിലും അത്യാവശ്യം റേറ്റ് കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക്
ഇനി സിഗ്നൽ കടന്നിട്ട് പോകണം. ഇവിടെ സിഗ്നൽ ഇല്ല തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ബൈപ്പാസ് ചെയ്യണില്ല കേട്ടോ. ഗ്രീൻ കത്തിയിട്ട് തന്നെ പോകണുള്ളൂ. ഗ്രീനിൽ കടന്നു. ആ ഓക്കെ. ഞങ്ങൾ പോണ സ്ഥലത്ത് തന്നെ ഒരു ചെറിയൊരു പള്ളിയുണ്ട് കേട്ടാ. ഇവിടുന്ന് ഈ സിഗ്നൽ ഏടെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ഉള്ളത് കേട്ടോ ബീച്ച്. ഞാൻ കുറച്ച് നേരം ഇവിടെ ഒരു മാർക്കറ്റിൽ പോയതാണ് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്നെ ആസ്വദിക്കായിരുന്നു. നമ്മുടെ നാട്ടിൻ്റെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന് നോക്കിയ 4:51 നമ്മളവിടുന്ന് ഒരു 3:50 ഇറങ്ങിയതാണ്. ഇപ്പം 4:50 1 മണിക്കൂറായിട്ടോ. പിന്നെ ഇത് നോക്കിയേ, അവിടെ ഒരു ചെറിയ പള്ളി കാണാൻ കഴിയേ. പിന്നെ കുറച്ച് ലേറ്റ് ആയത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു മാർക്കറ്റിലേക്ക് പോയി. ഞാൻ കാണാൻ അടിപൊളിയായിരുന്നു. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുജൈറ, പോർട്ട് ദിബ, കോർണിച്ച്, റുഗൈലത്തോമാൻ. എന്തൊക്കെ പേരാണോ എനിക്ക് അറിഞ്ഞൂടാ. ഇതാ കാണുന്ന ബീച്ച് ഇട്ടാ. നമ്മള് നോ ക്രോസിങ് ഫോർ യെല്ലോ ലൈൻ. നമ്മൾ സീബ്ര നോക്കിയിട്ട് നിന്നാൽ മതി, അതാണ് നല്ലത്. ഇവരെ ഓരോ സൈഡിൽ പോയി ഒരു ഷെയ്ക്കിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് അറിയില്ല. അവിടെ നോക്കി പിന്നെ കുറേ പാർക്കുകളുണ്ട്. കുട്ടികൾ കളിക്കാനാണ് അറ്റത്തിട്ടാ. അങ്ങനെ അടുത്തേക്ക് എത്തട്ടെ. പള്ളിക്ക് കയറിയിട്ട് പോകണം. അത് നോക്കിയേ, അവിടെ പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടും തോന്നുന്നുണ്ട്. പോകുമ്പോൾ നോക്കാം. പിന്നെ ഇത് നോക്കിയേ, ഇവിടെ കാണാൻ സീബ്ര ലൈൻ കേട്ടാ. ഇതപ്പുറത്ത് കൊച്ചുങ്ങൾക്ക് കളിക്കണ കുറേ പാർക്കുകളുണ്ട്. ഇത് സീബ്ര ലൈൻ. ഇവിടെ സിഗ്നലില്ല, പക്ഷെ നമ്മളെ അവിടെ ഈ വണ്ടി നോക്കിയിട്ട് വേണം പോവാൻ. അവിടെ നിർത്തി തന്നാൽ മാത്രമേ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഭയങ്കര പടച്ചിട്ടാണ് വരുന്നു. ഇത് കഴിഞ്ഞാൽ ഇറങ്ങാം. യെസ്, ഒന്ന് ക്രോസാക്കി. ഇനി ഒന്ന് കറക്റ്റ് ശ്രദ്ധിച്ച് കടന്നില്ലെങ്കിൽ പണിയാട്ടോ. ഇതെല്ലാം ചവിട്ടി തന്നില്ലെങ്കിൽ പ്രശ്നമാണ്. കാണുമ്പോൾ തന്നെ ഒരു വൈബാട്ടോ. നോക്കിയേ, ഫുള്ള് ഈത്തപ്പഴത്തിന് മരങ്ങൾ, നടക്കാനുള്ള സെറ്റപ്പ്. പക്ഷെ ഇത് നിൽക്കണ റൂമിൻ്റെ അടുത്താണെങ്കിൽ അടിപൊളിയായനെ. പക്ഷെ എന്താ ചെയ്യുക, ഇത് ഇവിടുന്ന് കിടക്കുക. അപ്പോൾ അതേ നമ്മളിതാ ഇവിടേക്ക് എത്തി. ബീച്ചിലേക്ക് എത്തി. അവിടെ നോക്കിയാൽ നമ്മൾ ഫിഷിങ്ങിനൊക്കെ നോർമൽ പോയിട്ട് മീൻ പിടിക്കില്ല, അതുപോലത്തെ ഒരു സ്പോട്ട് ഇതാ. അപ്പം എന്താ പറയുക, ഹാപ്പിയാണ്. നമ്മളിതാ സ്പോട്ട് കണ്ടുപിടിച്ച്. ഇനി നമുക്ക് ഫിഷിങ്ങിനുള്ള സാധനങ്ങളും കൂടി മേടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതിന് മുന്നേ ആരെങ്കിലൊക്കെ പരിചയമുള്ളവരെ കിട്ടിയ സുഖം കേട്ടോ. കാരണം എങ്ങനെ ഇവിടുത്തെ അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ.
എന്താ നമുക്ക് അവിടുത്തെ പോലെ റോഡും റീലൊന്നും ഇവിടെ പറ്റും, പക്ഷെ അതിന് എത്ര എങ്ങനെ പൈസ അതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും നമ്മൾ ബീച്ച് കണ്ടെത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ ഇങ്ങോട്ട് എത്താൻ. എത്ര കിലോമീറ്ററാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ അറ്റത്തേക്ക് പോകടാ. അറ്റത്ത് ആ 3 പേര് ഇവിടെ ഫുട്ബോൾ കളിക്കാൻ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ബോട്ടിങ്ങിന് സെറ്റപ്പൊക്കെ ഉണ്ട്. അറ്റത്ത് ആ 3 പേര് നിൽക്കുന്നുണ്ട്. എന്തായാലും പോയി നോക്കി നോക്കാം. മലയാളിയാണോ ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ? ഓ ഇവിടെ അടിപൊളി ഏരിയ കേട്ടോ. ഹായ് ആരിഫ്. ആരിഫ് Okay, ഇന്ത്യ കേരള. India. കേരള. യു ഫ്രം? India. Hyderabad. Hyderabad. Your name? ഹരീഷ്. അതെ, ഞാനിത് 2 പേരെ പരിചയപ്പെട്ടിട്ടത്. അവർക്കടെ ഹിന്ദി പഠിച്ച് വരുന്നുള്ളൂ. പക്ഷേ അവരോട് ഞാൻ പറഞ്ഞു അവർ നമ്മുടെ ഹൈദരാബാദിലുള്ളത് അവർ. അപ്പോൾ നമ്മൾ സ്പോട്ട് കണ്ടെത്തി. ഇതിപ്പോൾ നമ്മുടെ ഈ സംഭവമൊക്കെ നമ്മൾ മുന്നേ ഫിഷിങ്ങിന് പോയിരുന്നില്ലേ, അപ്പോൾ അവിടുത്തെ പോലെ തന്നെ. പക്ഷേ അത് കുറച്ചും കൂടി സേഫായിട്ട് തോന്നുന്നുണ്ട്. അവിടെ നമ്മൾ കല്ല് ഇളകുന്നുണ്ടെങ്കിൽ ഇവിടെ കല്ലൊന്നും ഇളകുന്നൊന്നുമില്ല, സെറ്റാണ്. പിന്നെ ഇവിടെ റൂമിൻ്റെ അടുത്താണെങ്കിൽ ഭയങ്കര വൈബാട്ടോ. ഇതൊക്കെ അവിടേക്ക് ഇതാ മലയാളി ഫാമിലീസ് ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ ഫിഷിംഗ് ഒന്നും കുഴപ്പമില്ല തോന്നുന്നുണ്ട്. പിന്നെ അവിടേക്ക് ആണ് ബോട്ടിങ് അത് ഇതൊക്കെ ഉണ്ട്. ജസ്റ്റ് അവിടേക്ക് പോയി നോക്കിയോ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളിവിടെ ബീച്ച് തപ്പി വരിക എന്നുള്ളതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ടാസ്കിനാണ്. അപ്പോൾ അതെന്തായാലും കംപ്ലീറ്റ് ആയി. അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ കേട്ടോ. ഇനി അടുത്ത നമ്മുടെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഫിഷിങ് ചെയ്യുന്നത് എടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ അടിപൊളി വീഡിയോ അടുത്ത പ്രശ്നം കാണാം.